ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ലളിതഭാവവിലാസഹൃദാത്മഭിര്യുവതിഭി പ്രതിരോധുമപാരിതാ സ്തനമസൗ ഭവനാന്തനിഷേദുഷീ പ്രദദുഷീ ഭവതേ കപടാത്മനേ. ഇനിയും അവിടുത്തെ അടുത്ത രംഗത്തിലേക്ക് കടക്കുകയാണ്. ലളിതഭാവ വിലാസഹൃദാത്മഭിര്യുവതിഭി. അവിടെ ലളിതഭാവ വിലാസഹൃദാത്മഭിഹി യുവതിഭി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. ലളിതഭാവ വിലാസ ഹൃദ ആത്മഭി. ലളിതഭാവം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ സാധാരണമെന്ന് തോന്നാവുന്ന, ലളിതമെന്ന് തോന്നാവുന്നതായിട്ടുള്ള, സാധാരണ ഒരു സുന്ദരിയായ യുവതി ഏതൊക്കെ രീതിയിലുള്ള ഭാവഭാവാദികളൊക്കെ കാണിക്കുമോ അതേ രീതിയിലുള്ള ലളിതമായ മനോഹരമായ ഭാവം കൊണ്ടും, പിന്നെയോ വിലാസ ഹൃദാത്മഭി, അങ്ങനെ ഉള്ള ലളിതമായ ഭാവം കൊണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള ചേഷ്ടകളെ കൊണ്ട് വിലസിക്കുന്നതായിട്ടുള്ള ഹൃദാത്മഭി. ആത്മഭി, എല്ലാവരുടെയും ആത്മാവിനെ, ഹൃദയത്തെ ഹരിക്കുന്നവളായിട്ടുള്ള, അതായത് എല്ലാവരെയും വശീകരിക്കുന്നതായിട്ടുള്ള, ആകർഷിക്കുന്നതായിട്ടുള്ള ലളിതമായ ഭാവങ്ങളെ കൊണ്ട് വിലാസം ചെയ്യുന്ന യുവതിഭി. ആ യുവതി, ഇവിടെ യുവതിഭി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗോകുലത്തിലെ ഗോപസ്ത്രീകളെ കുറിച്ചാണ്. അതായത് അങ്ങനെയുള്ള ആ സ്ത്രീകൾ, ഈ വന്നു ചേർന്നിരിക്കുന്ന സുന്ദരിയായ യുവതിയുടെ ഭാവാദികൾ കൊണ്ട് വശീകൃതരായി ഒരു നിമിഷം നോക്കിക്കൊണ്ട് നിന്നുപോയി. ഏതാണിത്, ആരാണിത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഗോപസ്ത്രീകൾ. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളാൽ പ്രതിരോധും അപാരിത, പ്രതിരോധം അപാരിത. പ്രതിരോധം എന്ന് പറഞ്ഞാൽ തടയപ്പെടുവാനായിട്ട്, അപാരിത എന്ന് പറഞ്ഞാൽ സാധിക്കാത്തവളായി തീർന്നു ആരെ? ഈ വന്നു ചേർന്ന സുന്ദരിയായ യുവതി. എന്നിട്ട് ആ സ്ത്രീ, വന്ന ആ യുവതി പൂതന, ആ കുഞ്ഞിനെ തൻ്റെ കൈകളാൽ വാരിയെടുത്തിട്ട് സ്തനമസൗ ഭവനാന്ത നിഷേദുഷി. സ്തനം അസൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സ്തനമസൗ. അസൗ എന്ന് പറഞ്ഞാൽ ഈ യുവതി, അതായത് ഈ പൂതന, സ്തനം, തൻ്റെ സ്തനങ്ങളെ, ഭവനാന്ത നിഷേദുഷി, ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ ആ ഭവനാന്ത, ആ ഗൃഹത്തിനുള്ളിലേക്ക്, ഭവനത്തിൻ്റെ അന്തർഭാഗത്തിലേക്ക് കടന്ന ആ സ്ത്രീ എന്തു ചെയ്തു? ആ ഉണ്ണിയെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട്, അപ്പോൾ ഗൃഹത്തിനുള്ളിലെ ഇരിപ്പിടത്തിൽ ആരും ഇരിക്കാൻ പറഞ്ഞിട്ടല്ല, വന്ന ആ ഉണ്ണിയെ വാരിയെടുത്ത് ഗൃഹത്തിനുള്ളിലെ പൂമുഖത്ത് കിടന്നിരുന്ന ഉണ്ണിയെ വാരിയെടുത്തുകൊണ്ട് നേരെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്ന് അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രദദുഷി, കുടിപ്പിച്ചു. തൻ്റെ സ്തനങ്ങളെ കുടിപ്പിക്കുവാൻ തുടങ്ങി, അതായത് കുഞ്ഞിന് പാലൂട്ടുവാൻ തുടങ്ങി. ഭവതേ കപടാത്മനെ. ഭവതേ, ആർക്ക്? അങ്ങയ്ക്ക്, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് പാലൂട്ടുവാൻ തുടങ്ങി. അങ്ങാരാണ്? കപടാത്മനെ, കപടമൂർത്തിയായിട്ടുള്ള അങ്ങയ്ക്ക് പാലൂട്ടുവാൻ മറ്റൊരു കാപട്യ വേഷം കെട്ടി വന്ന പൂതന ഭഗവാനെ, അങ്ങയെ വാരിയെടുത്ത് പൂമുഖത്ത് ആ തൊട്ടിലിൽ കിടന്നിരുന്ന ഉണ്ണിയെ വാരിയെടുത്തുകൊണ്ട് ഗൃഹത്തിനുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വന്ന് അവിടെ ഇരുന്ന ഉണ്ണിയെ മടിയിൽ വെച്ച് തൻ്റെ സ്തനങ്ങളെ വായിലേക്ക് വെച്ചു കൊടുത്തു, പാലൂട്ടുവാനായിട്ട് തുടങ്ങി. ഇവിടെ ഈ ഗോപസ്ത്രീകളുടെ മനസ്സിനെ
ഹരിക്കുവാൻ പൂതന എന്ന ആ രാക്ഷസ സ്ത്രീ ഉപയോഗിച്ചത് ലളിതഭാവങ്ങളാണ് എന്ന് പറഞ്ഞു. അതായത് ഈ ഗോപസ്ത്രീകൾക്ക് താൻ ഒട്ടും അവരിൽ നിന്ന് ഭിന്നയല്ല, അവരെ പോലെ തന്നെ ഒരു സാധാരണ സ്ത്രീയാണ് എന്ന് കാണിക്കുന്നതിനായിട്ട്, അവരുടെ ഹൃദയത്തെ വളരെ പെട്ടെന്ന് കവർന്നെടുക്കുന്നതിനായിട്ട്, അവരിൽ വിശ്വാസം ഉളവാക്കുന്നതിനായിട്ട് പൂതന, നമ്മൾ പറയില്ലേ, എല്ലാ അടവുകളും പഠിച്ചത്. അതായത് ആ രാക്ഷസീയമായ ഭാവങ്ങൾ ഒട്ടും കൊണ്ടുവരാതെ എല്ലായിടത്തും കാപട്യം ആ സ്ത്രീയുടെ എല്ലാ ഭാവഹാവാദികളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് തൻ്റെ യഥാർത്ഥമായ രാക്ഷസീയ ഭാവങ്ങളെയും ഭാവഹാവാദികളെയും ഒക്കെ മാറ്റിവെച്ച് ഈ ഗോപസ്ത്രീകൾ എത്രമാത്രം ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണോ, എത്രമാത്രം ലാളിത്യമുള്ളവരാണോ, അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ പോലെ ലളിതമായിട്ടുള്ള ഭാവഹാവാദികൾ അതേസമയം അതിസുന്ദരിയായ ഒരു വേഷം കെട്ടി അതിസുന്ദരിയുടെ ഒരു സ്ത്രീരൂപം സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞ് ഒരുങ്ങി നല്ല പട്ടുചേലയൊക്കെ ഉടുത്ത് നീണ്ട ഇടതൂർന്ന ആ ചുരുൾമുടിക്കെട്ടിൽ വാസനപ്പൂക്കളൊക്കെ ചൂടി വന്നിരിക്കുന്നത് ഒരു ലളിതമായിട്ടുള്ള ഒരു സ്ത്രീയുടെ, ഒരു ഗ്രാമീണ യുവതിയുടെ, അതേസമയം തനിക്ക് പ്രൗഢി കൂടുതലാണ് എന്ന് കാണിക്കത്തക്ക വിധത്തിൽ വേഷം കൊണ്ടും ആഭരണാദികൾ കൊണ്ടും ആ ഒരു മേൽക്കോയ്മയും സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പൂതനയുടെ വരവ്. അപ്പോൾ കാപട്യം എല്ലാ അർത്ഥത്തിലും പൂതനയിൽ നിറഞ്ഞു നിൽക്കുന്നു. വന്നതാകട്ടെ കാപട്യത്തിന് മൂർത്തിരൂപം പൂണ്ട ആ കപട ബാലകൻ്റെ അടുത്തേക്കും. ആ കപട ബാലകനെയാണ് കാപട്യം പൂണ്ടുവന്ന് ഒരു സ്ത്രീ, ആ പൂതന എന്ന അസുര സ്ത്രീ എടുത്ത് പാലൂട്ടുവാൻ തുടങ്ങുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ലളിതഭാവവിലാസഹൃദാത്മഭിര്യുവതിഭിഃ പ്രതിരോധുമപാരിതാ സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു പാദം മുഴുവനും രണ്ടാമത്തെ പാദത്തിലൊരു വാക്കും കൂടി ചേർത്ത് അത് കഴിയുന്നതും ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക. അതായത് ലളിത ഭാവ വിലാസ ഹൃദാത്മഭിര്യുവതിഭി, അങ്ങനെ തന്നെ അത് വായിക്കാൻ കഴിയുന്നതും ശ്രമിക്കുക. ഇനി അതിന് കഴിയാത്തവർക്ക് ലളിതഭാവ വിലാസ ഹൃദാത്മഭി എന്നവിടെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹൃദാത്മഭിർ എന്ന് കൊടുത്തിട്ട് അവിടെ ഭി എന്ന അക്ഷരത്തിനൊരു വിസർഗം കൊടുത്ത് നിർത്തുന്നതാണ് കൂടുതൽ ശരി. എന്നിട്ട് താഴെ യുവതിഭി. അപ്പോൾ അവിടെ വിസർഗം കൊടുക്കുകയാണെങ്കിൽ പകുതി ഹകാരത്തിൽ അത് വായിച്ചു നിർത്തുക. അല്ല എങ്കിൽ ഇർ എന്നുള്ളതും യ യുവതിഭി അത് രണ്ടും കൂടെ ചേർത്ത് ര്യു എന്ന ചേർത്ത് വായിക്കുക. ഹൃദാത്മഭിര്യുവതിഭി എന്ന് ചേർത്ത് വായിക്കുക. അവിടെയും വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുവാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രതിരോധുമപാരിത. അവിടെ പ്രതിരോധും അപാരിത ആണ്. മായുടെ അകാരം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ സ്തനമസൗ, സ്തനം അസൗ, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. സമധിരുഹ്യ, തൻ്റെ ആ മടിയിൽ എടുത്തു വച്ചിരിക്കുന്ന ആ ഉണ്ണി, ആ പൂതനയുടെ മടിയിൽ കിടന്നുകൊണ്ട് തദംഗം അശങ്കിതസ്ത്വമഥ, തദംഗം അശങ്കിതഃ ത്വം അഥ,
ഇങ്ങനെ 4 വാക്കുകളാണ് അവിടെ വരുന്നത്. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം. അനന്തരം ത്വം, അവിടുന്ന് ഭഗവാനെ ആ പൂതനയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അശങ്കിത, യാതൊരു ശങ്കയും കൂടാതെ. ഭഗവാൻ എന്ത് ശങ്കയാണ്? ഭഗവാൻ അറിയാത്തതല്ലല്ലോ ഒന്നും. ഈ വന്നിരിക്കുന്ന പൂതന തന്നെ ഇല്ലാതെയാക്കുവാൻ വന്നിരിക്കുന്ന, തൻ്റെ പ്രാണനെയും കൂടി അപഹരിക്കുവാൻ വന്നിരിക്കുന്ന അസുര സ്ത്രീയാണെന്ന് നന്നായി അറിയാവുന്ന ഭഗവാൻ യാതൊരു ശങ്കയും കൂടാതെ തദംഗം, അവളുടെ, അതായത് ആ പൂതനയുടെ അംഗം എന്നാൽ മടിത്തട്ട്, മടിത്തട്ടിലിരുന്നു കൊണ്ട് ബാലകലോപനരോഷിത. ബാലക എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ധാരാളം ആൺകുട്ടികളെ, ലോപനരോഷിത, തൻ്റെ പ്രായത്തിലുള്ള അനേകം കുട്ടികളെ, ലോപന എന്ന് പറഞ്ഞാൽ അവരെ ലോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. അതിൽ രോഷിത, കുപിതനായിട്ടാണ് ഭഗവാന് ആ മടിത്തട്ടിൽ, പൂതനയുടെ മടിത്തട്ടിൽ ഭഗവാൻ ഇരിക്കുന്നത്. ഇരുന്നിട്ട് ഒരു സംശയവുമില്ലാതെ, ഒട്ടും ശങ്കയ്ക്ക് ഇടം നൽകാതെ, ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ ആ രോഷം മുഴുവൻ അങ്ങനെ തിളച്ചു മറിയുമ്പോഴും ഭഗവാൻ യാതൊരു ശങ്കയും പുറത്തുള്ളവർക്കും കൊടുത്തില്ല. ഭഗവാന് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ശങ്കയും തോന്നിയില്ല. ഭഗവാൻ എന്താ ചെയ്തത്? മഹദിവാമ്രഫലം കുജമണ്ഡലം. മഹത്ത് ഇവ ആമ്രഫലം, 3 വാക്കുകൾ ചേരുന്നതാണ് മഹദിവാമ്രഫലം. ആമ്രഫലം എന്ന് പറഞ്ഞാൽ വലിയൊരു മാമ്പഴം. മഹത്ത് എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ളത്, ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ. മഹത് ഇവ ആമ്രഫലം, ഇവ എന്ന പോലെ, ഒരു വലിയൊരു മാമ്പഴത്തെ എന്ന പോലെ. കുജമണ്ഡലം, ആ പൂതനയുടെ സ്തനങ്ങളെ. അപ്പോൾ നോക്കൂ, ആ വലിപ്പത്തെ കാണിക്കാനും തന്നെയല്ല, ഭഗവാന് അതും മധുരമുള്ളതാണ്. ആ സ്തനങ്ങളിൽ എന്താണുള്ളതെന്ന് നന്നായി അറിയാം ഭഗവാന്. പക്ഷേ ഒരു മാമ്പഴം പോലെ അതും മധുരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ഒരു കാപട്യവും നടപ്പാകില്ല. ഭഗവാൻ തന്നെ ഒന്നാന്തരം കപടരൂപിയാണ്. അങ്ങനെയുള്ള ഭഗവാന് ആ ഒരു എത്ര അരുതാത്തതാണെങ്കിലും ഭഗവാന് അത് നിവേദ്യം ചെയ്യുമ്പോൾ, ഭഗവാൻ അത് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അതും മധുരമുള്ളതാണ്. എത്ര കയ്പുള്ളതായിക്കോട്ടെ, എത്ര വലിയ വിഷമായിക്കോട്ടെ, ഭഗവാന് ഇഷ്ടത്തോടു കൂടി സമർപ്പിക്കുകയാണ്. ഭഗവാനെ എങ്ങനെയെങ്കിലും അത് കഴിപ്പിക്കണം. ഇവിടെ പൂതനയുടെ ആവശ്യം അതാണ്. തൻ്റെ സ്ഥലങ്ങളിൽ എന്തായിരുന്നാലും അത് ഭഗവാനെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. ഇത് തേടിയാണ് താൻ കുറേ നാളുകൾ കൊണ്ട് അലഞ്ഞുകൊണ്ടിരുന്ന ഈ ഉണ്ണിയെ ഇത് കഴിപ്പിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു മാമ്പഴത്തെ എന്ന പോലെ ആ സ്ഥലങ്ങളെ ഭഗവാൻ പ്രതിചുചൂഷിത എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, ഒരു മാമ്പഴത്തിൻ്റെ രസം എത്രമാത്രം ആസ്വദിച്ച് വലിച്ചു കുടിക്കുമോ അതുപോലെ ആ സ്ഥലങ്ങളെ ഭഗവാൻ നന്നായി ആസ്വദിച്ചു വലിച്ചങ്ങോട്ട് കുടിച്ചു. ദുർവിഷദൂഷിതം, അതെങ്ങനെയാണ്? ദുർവിഷം, ഉഗ്രമായിട്ടുള്ള വിഷത്തെ, ദൂഷിതം എന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ നിറയെ അങ്ങനെ പുരട്ടിയിരിക്കുകയാണ്. ആ വിഷത്തെയാണ് ഭഗവാൻ ഇവിടെ നല്ല പഴുത്ത മാമ്പഴത്തെ എപ്രകാരം ആസ്വദിച്ച് വലിച്ചു കുടിക്കുമോ അതേപോലെ ആ വലിപ്പമേറിയ സ്ഥലങ്ങളെ തൻ്റെ വായിലേക്ക് അങ്ങോട്ട് വെച്ച് കുഞ്ഞി കൈകൾ കൊണ്ട് പിടിച്ചുകൊണ്ട് നല്ലതുപോലെ ആസ്വദിച്ച് അങ്ങോട്ട് കുടിച്ചു ഭഗവാൻ. കാരണം തന്നെ തേടിയാണല്ലോ ഈ പൂതന ഇത്ര നാളും അലഞ്ഞത്. അതിൻ്റെ പേരിലാണല്ലോ ധാരാളം ബാലകന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷെ അത് തനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ ഈ പൂതനയോടുള്ള കോപം അങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണിക്കണ്ട, ഉണ്ണി തന്നെ അങ്ങോട്ട് ഉള്ളിൽ വിചാരിച്ചു. പുറമേ ഒരു ബാലകനായി തന്നെ ഈ പൂതനയുടെ മടിയിൽ കിടന്ന് തൽക്കാലം തനിക്ക് വേണ്ടി കരുതി വെച്ച് തന്നെ തേടി നടന്ന് ഇപ്പോൾ തനിക്കായി സമർപ്പിക്കുന്ന ഈ വിഷത്തെ, നല്ല മധുരം ഉള്ള ഒരു മാമ്പഴത്തെ ആസ്വദിച്ച് പാനം ചെയ്യുന്നത് പോലെ
താൻ അങ്ങോട്ട് കുടിക്കുക തന്നെ എന്ന് കരുതി ഭഗവാൻ അങ്ങോട്ട് വലിച്ചു കുടിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തദംഗമശങ്കിതസ്ത്വമഥ കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അതിന് കഴിയാത്തവർക്ക് തദംഗമശങ്കിത, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ നിർത്തിയിട്ട് താഴെ രണ്ടാമത്തെ പാദം വരുമ്പോൾ ത്വമാഥ എന്ന് വായിക്കാവുന്നതാണ്. അവിടെ പിന്നെ സാ വേണ്ട, സാ ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. ഇവിടെ തദംഗമശങ്കിത, അവിടെ തത് അംഗം അശങ്കിത ആണ്, അതുകൊണ്ട് തന്നെ ദായുടെ അകാരം ശ്രദ്ധിക്കുക. അതേപോലെ തദംഗം അശങ്കിത, മായുടെ അകാരവും ശ്രദ്ധിക്കുക. പിന്നെ താഴെ വരുമ്പോൾ ത്വമാഥ, അവിടെ ചേർത്ത് വായിച്ചാൽ സ്ത്വമാഥ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ത്വം അഥ, മായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ബാലകലോപന രോഷിത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ മഹദിവാമ്രഫലം, അവിടെ മഹദ് ഇവ ആമ്രഫലം, മഹദിവ ആമ്രഫലം, അകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.